എല്ലാ എവിഡൻസും അയാൾക്കെതിരാണ് മാഡം. കോട്ടയത്തെ ഷോറൂമിൽ നിന്നും ഷൂ വാങ്ങിയത് അയാൾ തന്നെയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അയാളുടെ കാർ അന്നേ ദിവസം ഹൈ റേഞ്ച് കയറിയതിൻ്റെ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. പുളിയമ്മല ചെക്ക് പോസ്റ്റ് വാർഡൻ്റെ മൊഴിയും അയാൾക്കെതിരാണ് മാഡം. Take him. ഇത് ആ കൊച്ചല്ലേ നിന്റെ കൂടെ ടിക്ടോക്ക് കളിക്കുന്ന? ആ ആ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിരുന്നു? രണ്ടിൻ്റെയും പാട്ടും ഡാൻസും കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചതാ. ഓ അമ്മച്ചി, ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഡാ, അപ്പൊ ഒന്നുമില്ലേ? എന്തൊന്നുമില്ലേന്ന്? വളയ്ക്കാനും അറിയില്ല. അപ്പൻ്റെ മോൻ തന്നെ. അയ്യോ, ബസ് വന്ന് ഞാൻ കുളിച്ചിട്ട് പോലുമില്ല. അത് പോട്ടടാ, നിന്നെ ജീപ്പിൽ കൊണ്ടാക്കാൻ ഞാൻ അവനോട് പറയാം. ഉറപ്പാണോ? ഡാ, ആ കൊച്ചു സൂപ്പറാട്ടോ. അമ്മച്ചി കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ വെച്ച് ഗവൺമെന്റ് പിസ്റ്റൾ റൗണ്ട്സ് തുടങ്ങുന്ന ഒരു ബാഗ് നഷ്ടപ്പെട്ടിരുന്നു. ആ ബാഗിന്റെ ഒരു മോഡലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. എല്ലാ SHOമാരും CCTV നോക്കിയാൽ അന്വേഷണം നടത്തണേ. ആ ബസ് ഏതൊക്കെ സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ടെന്ന് അന്വേഷിച്ചിരുന്നോ? ഡ്രൈവറും കണ്ടക്ടറും പറയുന്നത് നൈറ്റ് ആയതുകൊണ്ട് എല്ലായിടത്തും നിർത്തി കൊടുത്തിട്ടുണ്ടോ? നീ പോകുമ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് പോ. സൈക്കിൾ എന്ത് ചെയ്തു? അവിടെ ഉണ്ട്. അതൊക്കെ വല്ലപ്പോഴും എടുത്തൊന്ന് ചവിട്ട്. കാറ്റുണ്ടോ നോക്കിയതാ. കാറ്റ് പോയി. പപ്പയോട് പറയല്ലേ. അമ്മച്ചേ ഇറങ്ങണേ.
സാർ എന്തു പറ്റി? സൈക്കിള് പഞ്ചറാ സാർ. ഉം. വാ. അമ്മച്ചി ബൈ ബൈ ബൈ. ഡേ എന്ത് ഇന്ന് റബ്ബർ വെട്ട് തന്നെ? ഒന്ന് പോടേ അവിടെ. എന്താ സുമ, ഇത് വില്ലേജ് ഓഫീസോ? ഒരു പെണ്ണാളുണ്ടായിരുന്നു ചേച്ചി, എന്നിട്ടോ? എനിക്കിഷ്ടായി. എടാ നിനക്കല്ലടാ അവൾക്ക് ഇഷ്ടമായോന്നു. ഓ, അവള് ബിടെക് ആണല്ലോ. ഓ ആ ശരി, പോയി ഡ്രസ്സ് മാറും. ഗവൺമെന്റ് ജോലി വേണം, പക്ഷെ പോലീസ് വേണ്ട. പേരൊക്കെ ഒന്ന് കണ്ടുകിട്ടു. സോറി സാറേ. നമസ്കാരം സാർ. എന്താണ്? ഇതൊരു റോബറിയാ സാർ. ആ, വുമൻ ഡെസ്കിലേക്ക് ഇരുത്താം. ബാ അങ്ങോട്ടോ. ആ ശരി. ഹലോ സാർ. നീ ടെൻഷൻ അറിയല്ല, ശരിയാക്കാം. അങ്ങോട്ടിരി. ആ ഇരിയടാ. അത് അയച്ചായിരുന്നു സാർ. സാർ സാർ പിള്ളേച്ച ഒരു ചെയറിങ്ങെടുത്ത്. സാർ സാർ നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു? അത് പിന്നെ സാറിനറിയാലോ, സാറേ ഇവിളന്മാരെ കൊണ്ടൊക്കെ രാത്രി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാറേ. സഹിച്ച കാര്യം പറഞ്ഞു കൊടുക്കുക സാറിനോട്. സാറേ, ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോയും കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്തെ ഇവളെന്നോട് ലിഫ്റ്റ് ചോദിച്ചോ? ഇല്ല സാറേ. ആ, എന്നിട്ട്? സാറേ, രാത്രിയല്ലേ, ഒറ്റയ്ക്ക് നിൽക്കണ കണ്ടപ്പം ഒരല്പം കരുണ തോന്നി, കുറച്ച് മനുഷ്യത്വം കാണിച്ച സാറേ. എന്നിട്ട് അവസാനം ഇവിടെ എൻ്റെ മൊബൈലും പേഴ്സും ഒക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി സാറേ. എന്താണ് ഈ പറയുന്നത്? ഞാൻ എടുത്തതാ സാറേ. കണ്ട, ഇന്നലെ പാതിരാത്രി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴാണ് ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നത്. എനിക്ക് വയ്യെന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും എല്ലാം കഴിഞ്ഞ് കാശ് തരാതെ പോയപ്പോഴാ സാറേ ഞാൻ. കാശ് കൊടുത്തോ? കാശ് കൊടുത്തായിരുന്നു? പിള്ളച്ചാ കാശ് അങ്ങെടുത്ത് കൊടുത്ത. എന്തുകൂടെ ഇത്? വെച്ചോ. അതെന്നെ പരിപാടിയാ സാറേ. ഇവക്കേറി മോറ ട്രാഫിക്കിന് കേസ് എടുക്കണം. ഇരിക്കടാ അവിടെ. അതെ, ഒരു 376 ഇട്ട് അകത്താക്കേണ്ടത് അവനെയാണ്. സംഭവം ബലാത്സംഗ. അയ്യോ, മനസ്സിലായോ? അത് ഒരു സ്ത്രീ വേണ്ടാന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേണ്ടാന്ന് തന്നെ. മനസ്സിലായോ? തനിക്ക് ഈ കൺസെൻറ്റ് എന്താണെന്നറിയോ? കൺസെൻറ്റ് എന്താണെന്നറിയോന്ന്? എനിക്കറിയില്ല. ഇത് ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു വിട്ടേക്ക്. പരാതി ഇല്ലെന്ന് എഴുതി കൊടുത്തിട്ട് പോയിക്കോ. എന്തൊരു മനോഹര. എന്നാ പോയിക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വിഷമിക്കണ്ട കേട്ടോ. ചെല്ലേ. അത് ചേട്ടാ, ഈ കൺസെന്റ് എന്ന് പറയാൻ എന്താ? പിന്നെ നിങ്ങൾ വന്നേ, നീ മനുഷ്യ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ വള്ളിക്കെട്ടോട്ട് വന്നോളും. ഇപ്പം ഈ ഭാര്യ എന്നോ പറഞ്ഞാലോ? അത് P30 control.